നെക്സ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ആവശ്യത്തിലുള്ള ഹെലികോപ്റ്റർ യാത്ര വിവാദമായതോടെ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷകൾ നിരസിച്ച പോലീസ് ആസ്ഥാനം. ഹെലികോപ്റ്റർ പോലീസിന്റെ രഹസ്യാത്മക വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്നും അതിനാൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നുമാണ് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല സമർപ്പിച്ച അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ പേരിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷിക്കാനായിട്ട് എയർ ആംബുലൻസ് എന്ന രീതിയിൽ സംസ്ഥാനത്ത് നിരവധി തവണ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര തവണയാണെന്നും അത് എന്നാണ് ഉപയോഗിച്ചതെന്നും ഉള്ള വിശദമായ ഒരു 7 ചോദ്യമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. നിർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആസ്ഥാനത്തുള്ള നമ്മളെ മറുപടി ഈ അപേക്ഷ തള്ളിക്കളയുന്നൊരു സമീപനമാണ്. അതായത് ഈ ഹെലികോപ്റ്ററുമായി സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന്റെ രഹസ്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയതുകൊണ്ട് ഈ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ കഴിയില്ല എന്നും അത് ഈ രഹസ്യ വിഭാഗത്തെ സംസ്ഥാന സർക്കാർ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയത് കാരണം ഈ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ കഴിയില്ലെന്നുമാണ് പോലീസ് ആസ്ഥാനത്തുള്ള മറുപടി. നമ്മളതിനെ ഉടൻ തന്നെ അതിൻ്റെ 1ാം അപ്പീൽ ഉടൻ സമർപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ച് ഈ പ്രവർത്തിക്കുന്ന ഈ ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചുള്ള വിവരം എന്ത് രഹസ്യാത്മകമായതുകൊണ്ടാണ്. രാംഷാ CP വിവരങ്ങളുമായി ചേരുകയാണ്. രാംഷാ, ഒന്ന്, ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു 1 രൂപ ഇതിന് പേരിൽ സർക്കാരിന് നഷ്ടം വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നതിൽ ഇത്രയും കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത് ധൂർത്താണ് എന്ന് ആരോപിച്ചത്. അപ്പോൾ യാതൊരു ഈ രഹസ്യാത്മക വിവരങ്ങൾ അന്നും പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് അറിഞ്ഞിട്ടുണ്ടാകില്ലല്ലോ. പിന്നെ എങ്ങനെയാണെന്ന് ധൂർത്താരോപണം ഉണ്ടായത്? മധു, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ചോദ്യത്തിന് മറുപടിയായി സർക്കാർ നൽകിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഹെലികോപ്റ്റർ യാത്ര വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ നൽകുന്ന വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 7-ാം തീയതിയാണ്, അതായത് കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് എറണാകുളത്തെ വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാല ഈ ഹെലികോപ്റ്ററിന്റെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. 7 ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അതിൽ ഈ പോലീസിന്റെ രഹസ്യാത്മകമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹെലികോപ്റ്ററിന് എത്രയാണ് മാസ വാടക നൽകുന്നത്, ഇതുവരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് മുതൽ ഇതുവരെ എത്ര രൂപ ഇതിനായി ചിലവഴിച്ചു, അതോടൊപ്പം തന്നെ ഇത് ആരാണ്, ഏത് കമ്പനിയാണ് ഈ ഹെലികോപ്റ്റർ നൽകിയിരിക്കുന്നത്, ഇതിന്റെ കരാർ വിവരങ്ങൾ ലഭ്യമാക്കുക, അതോടൊപ്പം ഈ ഓർഗൻ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ 7 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ പോലീസിന്റെ ആസ്ഥാനത്തു നിന്നും ലഭിച്ചിരിക്കുന്ന മറുപടി അത് രഹസ്യാത്മക വിഭാഗത്തിന്റെ ഭാഗമാണ് ഈ ഹെലികോപ്റ്റർ, പോലീസ് രഹസ്യാത്മക വിഭാഗത്തിന്റെ ഭാഗമാണ് ഈ ഹെലികോപ്റ്റർ. ഈ രഹസ്യാത്മക വിഭാഗമാകട്ടെ RTIയുടെ, അതായത് വിവരാവകാശ നിയമത്തിന്റെ പരിധിക്ക് പുറത്താണ്, അതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ അതായത് ഹെലികോപ്റ്റർ യാത്ര വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ പുറത്തുവിടേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തി, അല്ലെങ്കിൽ സർക്കാർ എത്തി എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിന് കാരണം ഇതിലെ അവസാനത്തെ ചോദ്യം, എത്ര തവണ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി, അവയവ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതായിരുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ നേരത്തെ മറ്റു ചോദ്യങ്ങളുടെ എല്ലാം മറുപടി പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. അപ്പോൾ ഇതുമായി താരതമ്യം ചെയ്ത് ജനങ്ങൾക്ക് കഴിഞ്ഞ സർക്കാർ എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തിയത് എന്നത് അനലൈസ് ചെയ്യാൻ വേണ്ടി എളുപ്പം സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ